വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പുതിയൊരു ദിവസത്തിലേക്ക്, ഒരു പ്രഭാതത്തിലേക്ക് അവൻ നമുക്ക് ആയുസ് നീട്ടിത്തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രഭാതത്തെ നമ്മൾ ഓരോരുത്തരും വരവേറ്റിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഹൈറായ രൂപത്തിൽ ചെലവഴിക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു കഥ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറഞ്ഞു പോവുക എന്നതല്ല, മറിച്ച് ലോകത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച, പലതരത്തിലുള്ള സംഭാവനകൾ ലോകത്തിന് സമർപ്പിച്ച ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകുന്ന ചില ചരിത്രങ്ങൾ കൂടി അതിലുണ്ടാവും. എന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ചരിത്രം എന്ന് പറയുന്നത്, വനിതകളുടെ ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും അറിയപ്പെടാതെ പോകാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും അവർ പിന്നിലായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ലോകത്ത് അറിയപ്പെടുന്ന കുറെ പണ്ഡിതന്മാരുണ്ടാകും. ഒരുപാട് മഹാന്മാരായ വ്യക്തികളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് വായിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ പല മഹാന്മാരുടെയും ജീവിതത്തിൽ അവരെ ഒരുപാട് സ്വാധീനിച്ച, അല്ലെങ്കിൽ അത്തരം പാണ്ഡിത്യത്തിൻ്റെതായ അത്തരം ഒരു മേഖലയിലേക്ക് അവരെ കൊണ്ടെത്തിച്ച അവരുടെ ഉമ്മമാരുടെ ചരിത്രങ്ങളുണ്ട്. അത് പലപ്പോഴും വിസ്മരിച്ചു പോകാറാണ് ചെയ്യാറുള്ളത്. നമുക്കറിയാം, സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ ചരിത്രത്തിൽ പല രൂപത്തിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്, പല അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പാണ്ഡിത്യത്തിന്റെ മേഖലയിൽ, അറിവിന്റെ മേഖലയിൽ പ്രകാശഗോപുരങ്ങളായി തിളങ്ങി നിന്ന ഒരുപാട് വനിതാരത്നങ്ങളെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതുപോലെ പോരാട്ടങ്ങളുടെ വഴിയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച, യുദ്ധങ്ങളിലൊക്കെ പോരാടിയ, വലിയ സമരങ്ങളൊക്കെ നയിച്ച ഒരുപാട് വനിതകളെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ പല ചരിത്രങ്ങളും നമുക്ക് വളരെ പ്രശസ്തമായതുണ്ടാകും. എന്നാൽ ഉമ്മമാർ എന്ന അർത്ഥത്തിൽ ചരിത്രത്തിൽ വനിതകൾ അടയാളപ്പെടുത്തിയ കുറെ ചിത്രങ്ങളുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇമാം ഗനൂഷി പറഞ്ഞതുപോലെ ലോകത്ത് മനുഷ്യന്മാർ പകുതി സ്ത്രീകളാണ് ലോകത്തുള്ള ജനസംഖ്യയിൽ. എന്നാൽ ബാക്കി പകുതി എന്ന് പറയുന്നത് ആ സ്ത്രീകളുടെ മടിത്തട്ടിൽ വളർന്ന പുരുഷന്മാരുമാണെന്നാണ്. പകുതി സ്ത്രീകളാണ്, മറ്റു പകുതി ആ സ്ത്രീകളുടെ മടിത്തട്ടിൽ വളർന്ന പുരുഷന്മാരാണെന്നാണ്. ഇപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതില് ചില പ്രവാചകന്മാരുടെ ഉമ്മമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരനുഭവിച്ച ത്യാഗങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ മാതാവ് ഹാജർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ചരിത്ര ദൗത്യത്തിന് വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയെയും ഇസ്മായിൽ അലൈഹിസ്സലാമയെയും തിരഞ്ഞെടുക്കുമ്പോൾ അതില് വലിയ ത്യാഗം അനുഭവിക്കുന്നത് ഹാജറാണ്. അവര് ആരോരുമില്ലാത്ത ആ മരുഭൂമിയിൽ, അറേബ്യയിൽ ജനവാസം തുടങ്ങുന്നതിന് മുമ്പേ അവിടെ താമസിപ്പിക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന യാതൊരു വൈമനസ്യങ്ങളുമില്ലാതെ ഏറ്റെടുക്കുന്നുണ്ട്. തന്നെയും തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും അവിടെ ഏൽപ്പിച്ചു പോകുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പിടക്കുന്നുണ്ടാകും, അസ്വസ്ഥമാകുന്നുണ്ടാകും, ഭയം ഉണ്ടാകും. ഇബ്രാഹിം അലൈഹി സ്വലാമയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ എവിടെ തനിച്ചാക്കി പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്ന് മറുപടി പറയുമ്പോൾ
ആ മാതാവിന്റെ മനസ്സ് സ്വസ്ഥമാകുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ താങ്കൾ ധൈര്യമായി പോയിക്കൊള്ളുക, അവൻ ഞങ്ങളെ കാത്തുകൊള്ളും. എന്നിട്ട് തന്റെ മകനെ സംരക്ഷിക്കുന്നതിന്റെ ചരിത്രം നമുക്കറിയാം. മകന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി ഓടുന്നതിന്റെ രംഗങ്ങള്, ഒടുവിൽ സംസം ഉറവയെടുക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പിന്നില് ആ മാതാവിന്റെ ഒരു വലിയ ത്യാഗത്തിന്റെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ആ ഒരു ജീവിതത്തിൽ വലിയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക ആ മാതാവാണ്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം, ചരിത്രത്തിലെ വിപ്ലവകാരിയായ, ചരിത്രത്തിൽ ഫറോവയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ദൗത്യം നിർവഹിച്ച മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തില് ഉമ്മ അനുഭവിച്ച ത്യാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. കാരണം ബനൂ ഇസ്രായേൽ പിറന്നു വീഴുന്ന മക്കളെ മുഴുവൻ കൊന്നുകളയണം എന്ന ഉത്തരവിറങ്ങിയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്ന ഒരു വർഷത്തിലാണ് മൂസ അലൈഹിസ്സലാം പിറന്നു വീഴുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മക്ക് വഹി നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത്, മോനെ മുലയൂട്ടണം, എന്നിട്ട് അവന്റെ ജീവന്റെ കാര്യത്തിൽ ഭയപ്പെടുകയാണ് എങ്കിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കണം എന്നാണ് പറയുന്നത്. ഏതു മാതാവും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമായിരിക്കും സ്വന്തം കുഞ്ഞിനെ അങ്ങനെ നദിയിൽ ഒഴുക്കുക എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്. ആ ഒരു ധൈര്യത്തില് തന്റെ മകനോടുള്ള അഗാധമായ വാത്സല്യവും സ്നേഹവും ഒക്കെ നിലനിൽക്കെ ആ മകൻ ലോകത്ത് വലിയ ചരിത്രങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി മകനെ പുഴയിലേക്ക് ഒഴുക്കുകയാണ്. പക്ഷേ ആ ഉമ്മ, ആ മാതാവിന്റെ മനസ്സ് പിടക്കുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഅ. ആ ഉമ്മയുടെ, മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സ് അങ്ങനെ പിടക്കുകയാണ്, അസ്വസ്ഥമാവുകയാണ്. അങ്ങനെ ഒടുവിൽ അള്ളാഹു തന്നെ ആ മകനെ മാതാവിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന ഇടപെടലുകളൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഈസാ നബി അലൈഹി സ്വലാമയുടെ മാതാവ് മറിയം ബീവി, അവരെ കുറിച്ച് നമുക്കറിയാലോ. അവര് സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. കാരണം ഭർത്താവില്ലാതെ, ഒരു പുരുഷ സ്പർശമില്ലാതെ ഗർഭിണിയാവുക എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് പ്രയാസങ്ങള്, അങ്ങനെ പലരും കുറ്റപ്പെടുത്തലുകള്, പലതരത്തിലുള്ള അർത്ഥം വെച്ചുകൊണ്ടുള്ള സംസാരങ്ങള്, അതെല്ലാം സഹിച്ചുകൊണ്ട് അവര് ഈസാ നബി അലൈഹി സ്വലാമയെ ഗർഭം ചുമക്കുന്നുണ്ട്. ഒടുവില് പ്രസവത്തിന്റെ സമയം അടുക്കുമ്പോ അതിന്റെ വേദനയാൽ പിടയുന്ന ഒരവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു ആ പ്രസവവേദന കൊണ്ട് മറിയം ബിവി അവരൊരു ഈത്തപ്പന മരത്തിന്റെ അടുത്തേക്ക് പോകുന്നതിനെ കുറിച്ച്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, കാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഞാൻ ഇതിനു മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രയും പ്രയാസവും വേദനയും സഹിക്കുകയാണ്. ഒടുവില് അള്ളാഹു സുബ്ഹാനഹു തആല ഈത്തപ്പഴം കഴിക്കാൻ കൊടുക്കുകയും അങ്ങനെ പ്രസവിക്കുകയും തുടർന്നും ഉള്ള ആക്ഷേപങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും, എന്നാൽ അതിനൊക്കെ ആശ്വാസമായി തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം സംസാരിക്കും. അപ്പോ ഈ ഈസാ നബി അലൈഹി സ്വലാമയുടെയും മൂസാ നബി അലൈഹി സ്വലാമയുടെയും അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെയും ഒക്കെ അവരുടെ ഒരു ജീവിതത്തിന്റെ പിന്നിലുള്ള മാതാവിന്റെ, അവരുടെ മാതാക്കളുടെ വലിയ ത്യാഗത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിൽ പെട്ടതാണ്, നമുക്കറിയാം, നമ്മളൊക്കെയും ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് നായകന്മാർ, ഒരുപാട് പണ്ഡിതന്മാരായ ആളുകളുണ്ട്. അവരുടെ ചരിത്രത്തിലൊക്കെ അവരെ സ്വാധീനിച്ച ഉമ്മമാരെ കുറിച്ച് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് ആദ്യം പാണ്ഡിത്യത്തിന്റെ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയ കുറെ ആളുകൾ. അതിൽപ്പെട്ട ഒരാളാണല്ലോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി, പിന്നെ എനിക്കെല്ലാം ഉമ്മയായിരുന്നു. പക്ഷെ ഉമ്മക്ക് എപ്പോഴും എന്നെ കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത്, സാധാരണ ഉപ്പമാരൊക്കെ മരിച്ചുപോയി അയാളുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, മക്കള് വളർന്ന് ഒരു നല്ല ജോലിയൊക്കെ നേടി അങ്ങനെ ഒന്ന് സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാവണം എന്ന് ആഗ്രഹിക്കാൻ എപ്പോഴും മാതാക്കൾ ചെയ്യാം. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ എപ്പോഴും മകനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പറഞ്ഞിരുന്നത് വലിയൊരു പണ്ഡിതനാവണം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ നേതാവാകണം എന്ന സ്വപ്നമായിരുന്നു എപ്പോഴും മകനോട് പങ്കുവച്ചിരുന്നത് എന്നാണ്. അങ്ങനെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എനിക്ക് 7 വയസ്സായപ്പോ ഉമ്മ എന്നെ മക്കയിലേക്ക് അയച്ചു. ഫലസ്തീനിലാണ് ജനിക്കുന്നത്. അപ്പൊ ചെറിയ പ്രായത്തിൽ 7 വയസ്സായപ്പോൾ തന്നെ
ഉപ്പയില്ലാത്ത കുട്ടിയായിരുന്നിട്ട് കൂടി എന്നെ വലിയ ഇസ്ലാമികമായ വിജ്ഞാനം നേടുന്ന ആളാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 7-ാം വയസ്സിൽ എന്നെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ 3 വർഷത്തോളം ഞാൻ അവിടെ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞയച്ചു. 3 വർഷത്തിനുള്ളിൽ ഖുർആൻ മുഴുവനായിട്ട് ഹൃദ്യസ്ഥമാക്കി. പിന്നീട് ഉമ്മ എന്നെ അറബി ഭാഷ നന്നായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അറേബ്യയുടെ ഗ്രാമപ്രദേശത്തേക്ക് എന്നെ അയക്കുകയാണ്. ഉമ്മക്ക് വിഷമമുണ്ടാകും, കാരണം മകനെ ആ ചെറു പ്രായത്തിൽ തന്നെ തന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ. പക്ഷേ അതിനേക്കാൾ വലിയൊരു ആഗ്രഹം എന്നെ വലിയ പണ്ഡിതനാക്കണം എന്ന ആഗ്രഹമായിരുന്നു ഉമ്മയെ നയിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അറിവും കാര്യങ്ങളൊക്കെ നേടിയപ്പോ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, ഒരു കാര്യത്തിൽ ഞാൻ നിന്നോടൊരു കരാറ് വാങ്ങുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സിദ്ദിഖിന്റെ കാര്യമാണ്, സത്യസന്ധതയുടെ വിഷയമാണ്. നീ ഒരിക്കലും സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ആ ഉപദേശം മുറുകെ പിടിച്ചതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിന് വലിയ വെളിച്ചം നൽകുക, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ മേഖലയിൽ വലിയ ഒരു മദ്ഹബിന്റെ തുടക്കം കുറിച്ച, വലിയ അർത്ഥത്തിൽ ലോകത്തിന് പ്രകാശം നൽകിയ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ അങ്ങനെ ആക്കുന്നതിൽ ഉമ്മ വഹിച്ച പങ്കിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് എന്റെ മാതാവിന്റെ പേര് സുഫിയ എന്നായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാതാവിന്റെ പേര് ഫാത്തിമ എന്നായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച്. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ എന്നെ സഹായിച്ചത് ഉമ്മയായിരുന്നു എന്ന് ഇമാം അഹ്മദ് പറയുന്നുണ്ട്. 10 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവനായിട്ട് ഞാൻ ഹിഫ്ളാക്കി. അതിനെന്നെ സഹായിച്ചത്, എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയായിരുന്നു. മാത്രമല്ല 10 വയസ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മ എന്നും തഹജ്ജുദിന് വേണ്ടിയിട്ട് എന്നെ വിളിപ്പിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഒളു ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു തരും. മാത്രമല്ല സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് കുറച്ച് ദൂരത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടിയായ എന്നെ ഒറ്റക്ക് പറഞ്ഞയക്കുന്നതിന് പകരം പള്ളിയിൽ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉമ്മയും കൂടെ പോരുമായിരുന്നു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയ അർത്ഥത്തിൽ സ്വാധീനം ചെലുത്തിയത് ഉമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് എനിക്ക് 16 വയസ്സായ സമയത്ത് ഉമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി പഠിക്കാൻ പോകണം, നീ ഹദീസ് പഠിക്കാനുള്ള മേഖലയിൽ നീ മുന്നോട്ട് പോകണം. കാരണം ഹദീസ് പഠിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ വൈജ്ഞാനിക മേഖലയിലേക്കുള്ളൊരു, അത് ആർജിക്കാനുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം മോനെ, വിജ്ഞാനം തേടിയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ളൊരു ഹിജ്റയാണ്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് ഉമ്മ ധൈര്യം നൽകിയതിനെ കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്. ലോകത്ത് പടർന്ന് പന്തലിച്ച മദ്ഹബുകളിൽ വളരെ പ്രശസ്തമാണല്ലോ ഹംബലി മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പോ അത്തരമൊരു മദ്ഹബിന്, അത്തരമൊരു അദ്ദേഹത്തിന്റെ വിജ്ഞാനം കൊണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർക്ക്, 10,000-കണക്കിന് ആളുകൾക്കാണ് വെളിച്ചം കിട്ടിയത്. ആ വെളിച്ചത്തിന്റെ കാരണം, അതിലേക്ക് വഴി തെളിയിച്ചത് ഉമ്മയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്. ഇമാം മാലിക്കിനും പറയാനുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഒരു ഉമ്മയെ കുറിച്ചുള്ള ഒരു ചരിത്രം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ചെറുപ്പത്തില് എന്നോട് ഉമ്മ പറയുമായിരുന്നു, യാ ബുന്നയി ഇഅ്തി മജ്ലിസ് റബീഅ, നീ റബിയ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് നീ പോകണം. ഉമ്മ പറഞ്ഞു കൊടുക്കണം, അവിടെ നീ പോയി ഇരിക്കണം, എന്നിട്ട് നീ പഠിക്കണം. പക്ഷെ നീ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫതഅല്ലം മിൻ സിമതിഹി വ അദബിഹി ഖബല അൻ തതഅല്ലം മിൻ ഹദീസിഹി വ ഫിഖ്ഹിഹി. നീ അവിടെ ചെന്നിട്ട് വിജ്ഞാനവും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നീ ആ പണ്ഡിതന്റെ സ്വഭാവ ഗുണങ്ങൾ ആർജിക്കണം. ആ സ്വഭാവ ഗുണങ്ങളും ആ ചര്യകളും നല്ല ഗുണങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. എന്നിട്ടാണ് നീ വിജ്ഞാനം ചേർത്ത് വെക്കേണ്ടതെന്നാണ്. അപ്പോ അറിവിനോടൊപ്പം നല്ല സ്വഭാവങ്ങള്, നല്ല സംസ്കാരങ്ങള്, അത് ആർജിക്കൽ വളരെ പ്രധാനമാണ് എന്നും, അത്തരം പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ, മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അറിവുകൾ മാത്രമല്ല ശേഖരിക്കേണ്ടത്, അവരുടെ ജീവിത വിശുദ്ധിയും അവരുടെ നന്മയുമൊക്കെ ജീവിതത്തോട് ചേർത്ത് വെക്കണം എന്ന് ഉമ്മയുടെ ഉപദേശമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്വാധീനിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം ഇബ്നു തൈമിയ, നമുക്കറിയാം, പണ്ഡിതനും പോരാളിയുമായിരുന്നു ഇമാം ഇബ്നു തൈമിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് താർത്താരികളുടെ വലിയ അക്രമങ്ങൾ ലോകത്തുണ്ടാവുന്നത്. ആ അക്രമങ്ങൾക്കെതിരെ പടപൊരുതിയ, വിജ്ഞാനം കൊണ്ടും അതുപോലെ തന്നെ ആയുധമണിഞ്ഞുകൊണ്ടും ഒക്കെ വലിയ പോരാട്ടം നിർവഹിച്ച
ലോകം കണ്ട വലിയ പരിഷ്കർത്താവാണ് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഉമ്മയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മ അത്രയും ദീനിനോട് താല്പര്യമുള്ള, എന്നെ വളർത്തുമ്പോൾ എപ്പോഴും ദീനിനെ മുൻനിർത്തിയിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഉമ്മ എന്നോട് പറയും, മോനെ, ദീനിനോടും അള്ളാഹുവിനോടുമുള്ള നിന്റെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. എപ്പോഴും ഉമ്മമാര് മക്കളോട് പറയുന്നത്, മക്കളെ കുറിച്ച് പരാതി പറയാറുള്ളത്, എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടണം, എന്നെ സ്നേഹിക്കണം എന്ന് എപ്പോഴും മാതാക്കൾ ആഗ്രഹിക്കും. ഇമാം ഇബ്നു തൈമിയുടെ ഉമ്മ പറയാണ്, നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദീനിനെ സ്നേഹിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നീ എനിക്ക് എന്ത് ചെയ്തു തരുന്നു എന്നതല്ല, നീ ദീനിനു വേണ്ടിയിട്ട്, ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതാണ് എപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത്. എന്റെ മനസ്സിന്റെ തൃപ്തി എന്ന് പറയുന്നത് നീ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്നതല്ല, മറിച്ച് നീ വിശ്വാസികൾക്ക് വേണ്ടി, ദീനിനു വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നതാവും എന്റെ തൃപ്തി എന്ന് പറയുന്നത്. എന്നിട്ട് ഉമ്മ ഇബ്നു തൈമിയോട് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുന്നില് ഞാൻ, എനിക്ക് നീ എന്ത് ചെയ്ത്, എനിക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും നിന്നോട് ചോദിക്കൂല. പക്ഷെ നാളെ പരലോകത്ത് അള്ളാന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാല്, നീ ദീനിനു വേണ്ടി, നീ വിശ്വാസികൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് അള്ളാന്റെ മുന്നിൽ വെച്ച് മോനെ ഞാൻ നിന്നോട് ചോദിക്കും എന്ന് മകനോട് പറയുന്നുണ്ട്. അപ്പൊ അത്രയും ദീനീ വികാരം ഉള്ളിലുള്ള ഒരു മാതാവ്, ആ മാതാവിന്റെ സ്വാധീനം തന്നെയായിരിക്കും അത്ര വലിയ ഇമാം ഇബ്നു തൈമിയയെ പോലെയുള്ള വലിയൊരു പണ്ഡിതനെ ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോ നമ്മൾ ഇബ്നു തൈമിയെയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക്കിനെയും അംബലിനെയും ഒക്കെ അങ്ങനെ ഓർക്കും. എന്നാൽ പലപ്പോഴും അവരാക്കി മാറ്റിയ ഉമ്മമാരുടെ വലിയ മനസ്സുണ്ട്, അവരുടെ വെളിച്ചമുണ്ട്, അവരുടെ വഴികാട്ടലുണ്ട്. അതൊക്കെയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ഹാഫിസ് ഇബ്രാഹിം പറഞ്ഞതുപോലെ അൽ ഉമ്മു ഉസ്താദുൽ അസാത്യദത്തുൽ ഉല എന്നാണ്. എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദാണ് ഉമ്മ എന്ന് പറയുന്നത്. ഈ പണ്ഡിതന്മാരായ ആളുകളൊക്കെയും പല ഉസ്താദുമാരുടെ അടുത്തിൽ നിന്ന് അറിവ് നേടിയിട്ടുണ്ട്. ആ അറിവിനേക്കാൾ അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി മാറിയിട്ടുണ്ടാവുക അവരുടെ ഉമ്മമാർ നൽകിയ നേർവഴിയായിരിക്കും, ഉമ്മമാർ കൊടുത്ത ധൈര്യമായിരിക്കും, അവർക്ക് കൊടുത്ത ഉപദേശങ്ങളായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. സയ്യിദ് നൂർസി, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട് ബദീ ഉസ്സമാൻ സയ്യിദ് നൂർസി എന്ന് പറയുന്ന ലോകത്തെ പരിഷ്കർത്താവായ വ്യക്തി. അദ്ദേഹം ഒരുപാട് വ്യക്തികൾക്ക് വലിയ അർത്ഥത്തില് മാർഗദർശനം നൽകിയ പണ്ഡിതനായിരുന്നു. ഒരു സൂഫി പണ്ഡിതൻ എന്ന പോലെ വലിയൊരു സാമൂഹിക പരിഷ്കർത്താവും പോരാളിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പുതുതായി പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന വിജ്ഞാനങ്ങളാണ്. ആ വിജ്ഞാനങ്ങളിൽ നിന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പുതുതായി പഠിച്ചതിന്റെ ഒക്കെ അടിസ്ഥാനം അതാണ്. ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെയും എൻ്റെ മനസ്സിൽ വിത്തുകളായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആ വിത്തുകൾ മുളപൊട്ടി വളർന്നതാണ് ഞാൻ നേടിയ എല്ലാ വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനം എന്ന് സയ്യിദ് നൂർസി എൻ്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നീട് ആർജിച്ച എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു കാരണമായിട്ട്, അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മ എനിക്ക് ചെറുപ്പത്തിൽ പകർന്നു നൽകിയ വിജ്ഞാനമാണ് ഞാൻ ആർജിച്ചെടുത്ത എല്ലാ വിവരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിത്തുകളായി മാറിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് നമുക്ക് അവരുടെ പിന്നിലൊക്കെയും അവരുടെ ഉമ്മമാരുടെ വലിയ ത്യാഗം, അവരുടെ നല്ല മനസ്സ്, അവരുടെ വഴികാട്ടല് എല്ലാം അവർക്ക് വലിയ പ്രചോദനങ്ങളായി മാറിയതായിട്ട് കാണാൻ കഴിയും. ഇത് അറിവിന്റെ മേഖലയിലുള്ള കുറച്ച് ചരിത്രങ്ങളാണ്. മറ്റൊരു മേഖല നമുക്കറിയാം, പോരാട്ടത്തിന്റെ മേഖലയാണ്. ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നയിച്ച, വലിയ അർത്ഥത്തിൽ സംഭാവന നൽകിയ, അങ്ങനെ ജീവൻ സമർപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. പലരും അവർക്ക് പ്രചോദനമായ അവരുടെ ഉമ്മമാരുടെ ചരിത്രം ലോകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ഹൻസ എന്ന് പറയുന്ന സ്ത്രീ, സഹാബി വനിതയെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ടാകും. ഹൻസ എന്ന് പറയുന്ന വനിത, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവര് നല്ല കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു. അവര് കവിയായിരുന്നു, കവിയത്രിയായിരുന്നു. അങ്ങനെ അറബിയിൽ കവിതയൊക്കെ എഴുതിയിരുന്ന ആളായിരുന്നു.
അവരുടെ 2 സഹോദരന്മാർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ 2 സഹോദരങ്ങള് ഏതൊരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. അവരുടെ സഹോദരന്മാരെ വലിയ ഇഷ്ടായിരുന്നു ഇവർക്ക്, വലിയ ഇഷ്ടായിരുന്നു. അവര് മരണപ്പെട്ടു പോയതോടുകൂടി അത് ജീവിതത്തിൽ വലിയൊരു ആഘാതമായി മാറി. എന്നിട്ട് ദിവസങ്ങളോളം അവരുടെ പേരിൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവരുടെ കണ്ണീർ വറ്റിപ്പോയി എന്ന് അവർ പറയുന്നുണ്ട്. അവർ കവയിത്രി ആയതുകൊണ്ട് തന്നെ ആ സങ്കടങ്ങള് അവർ കവിതയാക്കി മാറ്റി. അങ്ങനെയാണ് അറബി സാഹിത്യത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായ റസാ എന്ന് പറയും വിലാപ കാവ്യങ്ങള്. അങ്ങനെ ഏറ്റവും പ്രശസ്തമായ വിലാപ കാവ്യങ്ങളിൽ പെട്ടൊന്ന് ഈ ഹൻസ എഴുതിയ തന്റെ സഹോദരങ്ങളെ കുറിച്ച് എഴുതിയ കവിതകളാണ്. അപ്പോ സഹോദരങ്ങൾ മരണപ്പെട്ടോടുകൂടി ഇനി ജീവിതമില്ല എന്നവര് മനസ്സിലാക്കുകയാണ്. എന്റെ ജീവിതം കഴിഞ്ഞുപോയി, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് അവര് കരുതുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം വന്നു. ഇസ്ലാമിന്റെ വെളിച്ചം അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. ഈ ലോകത്തുള്ള ജീവിതം വളരെ നശ്വരമാണ്, വളരെ ചെറുതാണ്. ഇതിനേക്കാൾ അപ്പുറത്തുള്ള വിശാലമായ ഒരു ലോകം വരാനുണ്ട്. അവിടെ ഇവിടുന്ന് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ലോകത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ആ ഹൻസന്റെ റളിയല്ലാഹു അൻഹ അവരുടെ മനസ്സിലുണ്ടായി. അങ്ങനെ അവർക്ക് മക്കളുണ്ടായി, വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായി. അവരുടെ 4 മക്കള്, 4 ആൺകുട്ടികളുണ്ട്. ആ 4 ആൺകുട്ടികളും അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർത്തിയിട്ട് അവരെ ജിഹാദിന് വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ വലിയ പോരാട്ടത്തിലേക്ക് ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഖാദിസിയ യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ 4 മക്കളെയും യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ഒടുവിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഈ ഉമ്മയെ തേടിയെത്തുന്ന വാർത്ത തന്റെ മക്കളെല്ലാം ആ യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്നു എന്നാണ്. അതിനു മുമ്പ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്റെ 2 സഹോദരന്മാർ യുദ്ധത്തിൽ മരിച്ചപ്പോ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്ന, എനിക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ ആ ഉമ്മ പക്ഷേ ഇസ്ലാമിന്റെ വെളിച്ചം ജീവിതത്തിലേക്ക് എത്തിയപ്പോ തന്റെ മക്കൾ മരണപ്പെട്ടിരിക്കുന്നു, ഷഹീദായിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോ അവര് പ്രതികരിച്ചത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഇസ്തിഷ്ഹാദിഹിം. ഷഹാദത്ത് നൽകിയിട്ട് എന്റെ മക്കളെ ആദരിച്ച അള്ളാഹുവെ നിനക്കാണ് സ്തുതി, നിനക്കാണ് സ്തുതി. കാരണം ഞാനിതാ രക്തസാക്ഷികളുടെ മാതാവായി മാറിയിരിക്കുന്നു. അർജു എന്നിട്ട് അവര് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു അവന്റെ സ്വർഗത്തിൽ അവരോടൊപ്പം എന്നെ ഒരുമിച്ച് ചേർക്കണമേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നവര് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ തന്റെ മക്കളെ ആ ഒരു അർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് അയക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനങ്ങൾ നൽകിയ ഒരു ഉമ്മയായിട്ട് അവര് മാറുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അസ്മാ ബിൻത്ത് അബീബക്കറിന്റെ ചരിത്രം നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വലിയ ത്യാഗങ്ങളാണ് അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോവുകയാണ്. അങ്ങനെ ഹിജ്റ പോകുമ്പോ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവര് സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ 2-3 ദിവസം കഴിയേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ എത്തിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ചെറിയ പെൺകുട്ടിയായിരുന്ന അസ്മ ആണ്. ആ ധീരത അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഒടുവില് അവര് ഉമ്മയായി അവരുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ വളരെ ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക ഖിലാഫത്ത് അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഉമവി ഭരണകൂടം വരികയും അങ്ങനെ ഉമവി ഭരണകൂടത്തിൽ വലിയ അർത്ഥത്തിലുള്ള അനീതിയും കൊള്ളരുതായ്മയും ഒക്കെ ഉണ്ടായപ്പോ അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സമരങ്ങള് വല്ല കരുത്താർജിച്ചു. പക്ഷേ ആ കരുത്താർജിച്ചപ്പോൾ തന്നെ അതിനെ അടിച്ചമർത്താനുള്ള എല്ലാ നടപടികളും ഭരണകൂടം സ്വീകരിക്കുകയാണ്. അന്നത്തെ ഗവർണർ ഹജ്ജാജ് ബിൻ യൂസഫ് വലിയ ക്രൂരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം വലിയ ശക്തിയുള്ള ആളുമായിരുന്നു. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസഫിനായിരുന്നു അബ്ദുല്ലാഹിബിൻ സുബൈറിനെ ഒതുക്കാനുള്ള ചുമതല എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബിൻ സുബൈർ കുറെ ചെറുത്തു നിന്നു. ഒടുവില് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് എല്ലാ ശക്തികളും അവർ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഇനി സമരത്തിലേക്ക് ഇറങ്ങിയാൽ കൊല്ലപ്പെടുക എന്നത് മാത്രമായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. എന്നാൽ തന്റെ ഉമ്മയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഉമ്മ ഇനി ഈ സമരം മുന്നോട്ട് പോവുകയില്ല. ഇനി ഞാൻ സമരത്തിലേക്ക് കാലെടുത്ത് വെച്ചാല് എന്റെ ജീവൻ അതിൽ നഷ്ടപ്പെടും എന്നത് തീർച്ചയാണ് എന്ന് പറഞ്ഞു. അപ്പോ അസ്മാ ബിൻത്ത് അബീബക്കർ മോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, റിഷ് കരീമൻ
ഔമിത് കരീമൻ, മോനെ നീ ജീവിക്കുകയാണെങ്കിൽ അന്തസ്സോടുകൂടി ജീവിക്കണം, അടിമത്തം പേറിക്കൊണ്ട് ജീവിക്കരുത്, അല്ലെങ്കിൽ അന്തസ്സോടുകൂടി മരിക്കണം. അതാണ് ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്. അത് വല്ലാത്ത ധൈര്യമാണ് നൽകുന്നത്. പക്ഷെ എന്നിട്ടും അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ അതല്ല, മരിക്കും എന്നതല്ല എന്നെ ഭയപ്പെടുത്തുന്നത്, പക്ഷെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാല് അവരെന്റെ ശരീരത്തെ വികൃതമാക്കും, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം അവർ വെട്ടിക്കളയും, അത് ഉമ്മാക്ക് ആ കാഴ്ച കാണുന്നത് പ്രയാസായിരിക്കും എന്ന് പറയുമ്പോ ഉമ്മ അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട്, മോനെ ഒരു ആടിനെ അറുത്ത ശേഷം അതിന്റെ തൊലി ഉരിക്കുമ്പോ ആ ആടിനൊരു വേദനയും ഉണ്ടാവുമല്ലോ മോനെ, അത്രയും ധൈര്യം നൽകുകയാണ്. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ ഷഹീദായി പോയി, പിന്നെ നിന്റെ ശരീരം കൊണ്ട് അവരെന്ത് ചെയ്താലും നിനക്കെന്താണ് മോനെ, എനിക്കാകട്ടെ ഷഹീദായ ഒരു മകനെ കുറിച്ചുള്ള അഭിമാനമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് പോരാട്ടത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന ഒരു മാതാവായിട്ട് നമുക്ക് അസ്മാ ബിൻത് അബീബക്കറിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സയ്യിദ് കുത്തുബിനെ നമുക്കറിയാലോ. സയ്യിദ് കുത്തുബ് ഇസ്ലാമിന് വേണ്ടി തൂലിക ചലിപ്പിച്ച, ഒടുവിൽ ഏകാധിപത്യ ഭരണകൂടം തൂക്കുകയർ വിധിച്ച് തൂക്കുകയറിലേറി ഷഹീദായ സയ്യിദ് കുത്തുബിനെ നമുക്കറിയാം. സയ്യിദ് കുത്തുബിന്റെ ഉമ്മ മരിച്ചപ്പോ സയ്യിദ് കുത്തുബ് തന്റെ ഉമ്മയെ കുറിച്ച് എഴുതിയ 2 വരികളുണ്ട്. അതിൽ പറയുന്നുണ്ട്, എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയെടുക്കുമ്പോൾ തന്നെ ഒരു മേത്തരം തുണി നെയ്തെടുക്കുന്ന സൂക്ഷ്മതയിലാണ്, മനോഹരമായിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ്. എന്നിട്ട് പറയാണ്, എന്റെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ അവര് പങ്കുവെക്കുമായിരുന്നു. ഞാൻ വലിയ ആളാകണം എന്ന് പറയുന്ന, ലോകത്ത് തന്നെ ആ അർത്ഥത്തിൽ തന്നെ വലിയ സംഭാവനകൾ അർപ്പിക്കുന്ന ഒരാളായി മാറണം എന്ന സ്വപ്നം എപ്പോഴും എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പകർന്നു നൽകുമായിരുന്നു. ആ സ്വപ്നമാണ് എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ചത്. അപ്പോ അത്രയും ലോകത്തിന് വലിയ സംഭാവന നൽകിയ ധീരനായ വിപ്ലവകാരിയായ സയ്യിദ് കുത്തുബ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ സ്വാധീനിച്ചതിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ആരാണ് മുഹമ്മദ് അൽ ഫാത്തിഹ് എന്ന് പറയുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ ആളാണ്. ഇസ്തംബുൾ എന്നറിയപ്പെടുന്ന അന്ന് തുർക്കിയുടെ ആസ്ഥാനം. ആ ആസ്ഥാനമാണ് പിന്നീട് പതിറ്റാണ്ടുകളോളം, നൂറ്റാണ്ടുകളോളം ലോകത്തിന് വെളിച്ചം നൽകിയ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായിരുന്ന ഇസ്തംബുൾ എന്ന് പറയുന്ന ആ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ മുഹമ്മദ് അൽ ഫാത്തിഹ് ആണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച്, ആ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതിനെ കുറിച്ച് ഒരു സന്തോഷ വാർത്ത പറയുന്നു. എത്ര നല്ല സൈന്യമായിരിക്കും അത്, എത്ര നല്ല നേതാവായിരിക്കും അവരുടെ അന്നത്തെ നേതാവ് എന്നൊരു ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോ ഈ മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ ഉമ്മ ഇടക്ക് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആ നഗരത്തിന്റെ കവാടങ്ങളിൽ കൊണ്ടുപോയി ആ മതിലുകളിൽ തൊട്ട് മകനോട്, ചെറിയ കുട്ടിയായിരുന്ന മുഹമ്മദ് അൽ ഫാത്തിഹിനോട് ഈ ഹദീസ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. മോനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സൈനിക നായകൻ, ആ നേതാവ് അത് നീയായിരിക്കണം, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മോൻ ചോദിക്കുന്നുണ്ട്, ഉമ്മ ഇത്ര വലിയ ഒരു നഗരത്തെ എങ്ങനെയാണ് ഉമ്മ ഞാൻ കീഴടക്കുക? അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബിൽ ഖുർആനി വസ്സുൽത്താനി വസ്സിലാഹി വഹുബിന്നാസ്. 4 കാര്യങ്ങളാണ് മോനെ നീ ആർജിച്ചെടുക്കേണ്ടത്. ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചമാണ്, മറ്റൊന്ന് അധികാരമാണ്, മറ്റൊന്ന് ആയുധമാണ്, പോരാട്ട ശക്തി ഉണ്ടാവണം, മറ്റൊന്ന് ഹുബുന്നാസ്, ജനങ്ങളുടെ സ്നേഹമാണ്. ഈ 4 കാര്യങ്ങൾ നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഈ പട്ടണം കീഴടക്കാൻ കഴിയുന്നതാണ്. അതാണ് മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആർജിച്ചത്. വലിയ പണ്ഡിതനായിരുന്നു, വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ജീവിതത്തിലുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിലേക്ക് അധികാരം ചെന്നെത്തുകയുണ്ടായി. അതുപോലെ തന്നെ നല്ല സൈനിക പാഠമുള്ള വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു നേതാവായിരുന്നു. ഈ ഗുണങ്ങളെല്ലാം ആർജിച്ചെടുത്ത് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചടക്കി. അപ്പോ അങ്ങനെയുള്ള ചരിത്രത്തിലെ മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രചോദനം നൽകിയത് അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു എന്നതാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത്. സലാഹുദ്ദീൻ അയ്യൂബി, നമുക്കറിയാം, കുരിശ് പടയാളികളിൽ നിന്നും ഖുദ്സിനെ വിമോചിപ്പിച്ചെടുത്ത പോരാളിയാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്നത്. അതായത് കുരിശ് യുദ്ധങ്ങളിലൂടെ യൂറോപ്യന്മാരായ ക്രൈസ്തവര് മുസ്ലിം ലോകങ്ങളെ മുഴുവൻ കീഴടക്കി. അവര് ഒടുവിൽ ഫലസ്തീനിൽ വന്ന് മസ്ജിദുൽ അക്സ പിടിച്ചെടുക്കുകയും അവിടെ ഫലസ്തീനിലുള്ള
10,000-കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. രക്തം തളം കെട്ടി നിന്നിരുന്നു അന്ന് ഖുദ്സിന്റെ മുറ്റത്ത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്നാൽ അന്ന് തകർത്തെറിഞ്ഞ ആ നാടുകൾ ഓരോന്നായിട്ട് തിരിച്ചു പിടിക്കുന്ന ദൗത്യം ചരിത്രത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, ചെറുപ്പത്തില് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഞാൻ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വല്ലാതെ പൊട്ടിച്ചിരിച്ച് അങ്ങനെ തുള്ളിച്ചാടി സന്തോഷിച്ച് അങ്ങനെ നടക്കുന്നത് കണ്ട് ഉമ്മ എന്നെ പിടിച്ചിട്ട് ഒരു ചെറിയ അടി തന്നു. ഉമ്മ ഒരു അടി വെച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, കൈഫ തൽഹഖ് വൽ ഖുദ്സ് ഫി ഐദി സ്വലിബിയീൻ. മോനെ, നിനക്കെങ്ങനെയാണ് ഇങ്ങനെ തുള്ളിച്ചാടി ചിരിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്നത്? നമ്മളുടെ ഖുദ്സ് കുരിശ് പടയാളികൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഖുദ്സ് കുരിശ് പടയാളികളുടെ കയ്യിലായിരിക്കെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കാൻ മാത്രം നിനക്കെങ്ങനെ കഴിയുന്നു എന്ന് മോനായ സലാഹുദ്ദീൻ അയ്യൂബിയോട് ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് സലാഹുദ്ദീന്റെ മനസ്സിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്നാണ്. അങ്ങനെയാണ് ഖുദ്സ് കീഴടക്കുക എന്ന് പറയുന്ന സ്വപ്നം, ആ ഖുദ്സ് തിരിച്ചു പിടിക്കുക, മസ്ജിദുൽ അഖ്സ വീണ്ടെടുക്കുക എന്ന് പറയുന്ന സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഉമ്മയുടെ ആ ചോദ്യമാണെന്ന് പറയാറുണ്ട് ചരിത്രത്തില്. ഇങ്ങനെയാണ് ഉമ്മമാർ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിക്കുക. ഉമ്മമാരുടെ ഒരു ചോദ്യം, ഒരു നിലപാട്, ഒരു ഇടപെടല്, ഒരു ഉപദേശമൊക്കെ ആയിരിക്കും മക്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. പലപ്പോഴും ഉമ്മമാരുടെ ഉപദേശങ്ങൾ ഉണ്ടാകും, അത് ഭൗതിക കാര്യങ്ങളുടെ വിഷയത്തിൽ മാത്രമാകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഈ സമൂഹത്തിനും ഈ ലോകത്തിനും വിശ്വാസി സമൂഹത്തിനുമൊക്കെയായി മക്കള് നേടിക്കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സ്വപ്നങ്ങൾ മക്കളോട് പങ്കുവെക്കുന്ന ഉമ്മമാരായി മാറണം എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാലോ, മുഹമ്മദ് അലി സഹോദരന്മാരെ കുറിച്ച്, അലി സഹോദരന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ വലിയ സംഭാവനകൾ അർപ്പിച്ച മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും, അവരുടെ ഉമ്മയുണ്ടായിരുന്നു ആബിദ ബാനു ബീഗം എന്നാണ്. അവര് സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മക്കളെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി വല്ലാതെ പ്രചോദിപ്പിച്ച ഒരു ഉമ്മയായിരുന്നു. അവർക്ക് ഇസ്ലാമികമായ വിജ്ഞാനവും സംസ്കാരവും ഒക്കെ പകർന്നു നൽകിയത് ആബിദ ബാനു ബീഗമായിരുന്നു. അങ്ങനെ തന്റെ 2 മക്കളെയും ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിലടക്കുകയുണ്ടായി. ആ സമയത്ത് ഉമ്മ മക്കൾക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ സ്വതന്ത്രരാവുക എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. കാരണം നിങ്ങൾ ജയിൽ മോചിതരായാൽ ഒരു ഉമ്മ എന്ന നിലക്ക് എനിക്ക് വല്ല സന്തോഷമായിരിക്കും, വല്ലാത്ത സന്തോഷമാണ് ഉണ്ടാവുക. പക്ഷെ മക്കളെ, നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും നിങ്ങളുടെ ആദർശത്തെയും ഒക്കെ പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജയിലിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് പോരുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഉമ്മയുടെ ദുർബലമായ കൈകൾ കൊണ്ട് നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരു ഉമ്മക്ക് കഴിയണമെങ്കിൽ എത്ര വലിയ ഒരു ശക്തി ഉണ്ടാവണം. മക്കള് ജയിലിൽ പോയാല് അവരെങ്ങനെങ്കിലുമൊക്കെ ഇറങ്ങിക്കിട്ടണം എന്നതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ ആ ഉമ്മ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പാടില്ല, മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. അന്തസ്സായിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് കിടക്കണം. ഈ കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം വിശ്വാസി സമൂഹത്തെ ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന ആളുകളെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ജയിലില്, കള്ളക്കേസുകളിൽ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് ധൈര്യം നൽകേണ്ടത് അവരുടെ ഉമ്മമാരായിരിക്കണം. ഉമ്മമാര് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് മാത്രമല്ല മക്കളെ സമീപിക്കേണ്ടത്, മറിച്ച് അവർക്ക് ധൈര്യം നൽകുന്ന, പോരാട്ടത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന ആളുകളായി മാറുമ്പോഴേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മള് പരപ്പനങ്ങാടിയിലെ സക്കരിയയെ കുറിച്ച് നമുക്കറിയാലോ. 18-ാം വയസ്സിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ്. ഇതുവരെ കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. 10 വർഷം പിന്നിട്ടു. ആ സക്കരിയ പറയുന്നുണ്ട്, ജയിലിൽ വെച്ചുകൊണ്ട് പോലീസുകാർ അദ്ദേഹത്തോട് പറയേണ്ട, കുറ്റം ഏറ്റെടുക്കുകയാണ് എങ്കിൽ താങ്കളെ വിട്ടയക്കാം ജയിലിൽ നിന്ന്. കാരണം ഇത്ര വർഷം ജയിലിൽ കിടന്നല്ലോ, കുറ്റം ഏറ്റെടുത്താൽ മതി എന്നാണ്. പക്ഷേ അതിന് സക്കരിയ തയ്യാറാവുന്നില്ല. കാരണം അങ്ങനെ കളവ് പറഞ്ഞ് ഒരു കള്ളം ഏറ്റെടുത്ത് അങ്ങനെ ഒരു ബോംബ് വെച്ചതിന്റെ ഒരു പാപഭാരം ഏറ്റിക്കൊണ്ട് ഒരിക്കലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതില്ല. കാരണം ഞാൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. എന്റെ ഉമ്മയടക്കമുള്ള ആളുകളുണ്ട്, അവരെ വഞ്ചിക്കുന്നതായിരിക്കും എന്നാണ്. അപ്പോ ആ ഉമ്മ നൽകുന്ന ഒരു പ്രചോദനം കൂടി അതിലുണ്ട്. കാരണം ഉമ്മ പറയുന്നുണ്ട്, ഈ കോടതി, ഇവിടുത്തെ ജയിലും ഇവിടുത്തെ കോടതിയും ഒക്കെ എന്റെ മകന് ശിക്ഷ വിധിച്ചാലും ഞാൻ വിശ്വസിക്കുന്നത് ഈ കോടതികൾക്കെല്ലാം മുകളിലുള്ള
അള്ളാഹുവിന്റെ ഒരു കോടതിയുണ്ട് എന്നാണ്. ആ കോടതിയിൽ എന്റെ മകന് നീതി കിട്ടും എന്ന് സക്കരിയുടെ ഉമ്മ ബിയുമ്മ പറയുന്ന വാക്കുകൾ നമുക്കറിയാം. അതൊക്കെ വലിയ ധൈര്യമാണ് ഇവർക്ക് നൽകുന്നത്. ഡൽഹിയിൽ നടന്ന CAA വിരുദ്ധ സമരങ്ങളിൽ നമുക്കറിയാം, ജാമിയ മില്ലിയയുടെ ഒരുപാട് വിദ്യാർത്ഥികള് ആ സമരത്തിലേക്ക് ഇറങ്ങിയുണ്ടായി. അതില് മലയാളിയായ ഷഹീൻ അബ്ദുള്ളയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോലീസിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അവിടെ സമരം ചെയ്ത ഷഹീൻ അബ്ദുള്ള പറയുന്നുണ്ട്, തന്റെ ഉമ്മ സമരം നടക്കുമ്പോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാധാരണ അത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഉമ്മമാരെ വിളിച്ചിട്ട് മോനെ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോര് എന്നാണല്ലോ പറയാ. പക്ഷെ എന്റെ ഉമ്മ പറഞ്ഞത് നീതിക്ക് വേണ്ടിയുള്ള സമരാണിത്, മോനെ ധൈര്യത്തോടു കൂടി അടിയുറച്ചു നിൽക്കണം എന്നാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രചോദനങ്ങള്, അങ്ങനെയൊക്കെ നൽകുന്ന ഉമ്മമാരാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ വലിയ വിപ്ലവങ്ങളുടെ കാരണങ്ങളായി മാറിയിട്ടുള്ളത്. അപ്പോ മാതാവ് എന്ന് പറയുന്നത് അത് ചരിത്രത്തിലെ അതുല്യമായ ഒരു സ്ഥാനമാണ്. ആ അതുല്യമായ സ്ഥാനം എന്ന് പറയുന്നത് മക്കൾക്ക് ഭൗതികമായ കാര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു കാര്യമല്ല, മറിച്ച് അവർക്ക് ആത്മീയ പ്രചോദനം നൽകുന്ന, അവരുടെ ജീവിതത്തിൽ ധൈര്യം നൽകുന്ന, അവരുടെ ജീവിതത്തിൽ നന്മയുടെയും നേരിന്റെയും മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് നൽകിയ ചരിത്രങ്ങള് ഒരുപാട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിൽ കുറച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നമ്മളുടെ ജീവിതത്തില് നമ്മളുടെ മക്കള് അവര് വളർന്ന് വലുതാകുന്നതും അവർക്ക് നല്ല ജോലി ഉണ്ടാകുന്നതും അവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവുന്നതൊക്കെ നമ്മളെ മാതാക്കൾ എന്ന നിലയിൽ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കണം, അത് മാത്രമായിക്കരുത് നമ്മളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എന്റെ മകനെ കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം, ഈ സമൂഹത്തിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം, ഈ ദീനിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. നാളെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എന്റെ മക്കളെ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം എന്ന സ്വപ്നം നമുക്ക് ഉണ്ടാവണം. മക്കളുടെ വിഷയത്തില് മാതാപിതാക്കൾ ആദരിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളെ കുറിച്ചും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് വെച്ച് ചില മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക കിരീടം ഇട്ട് കൊടുക്കുമെന്നാണ്. ആ കിരീടം അവരണിയിക്കപ്പെട്ട് അവരിങ്ങനെ ആദരിക്കപ്പെടും. അപ്പോ എന്തുകൊണ്ടാണ് ഇവർ ആദരിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവരുടെ മക്കള് ഖുർആൻ പഠിച്ച ആളുകളായിരുന്നു എന്നാണ്. അപ്പോ ദീന് പഠിച്ച, വിശുദ്ധ ഖുർആൻ പഠിച്ച മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മാതാപിതാക്കൾ അതിന്റെ പേരിൽ ആദരിക്കപ്പെടും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മക്കളുടെ വിഷയത്തില് ഭൗതികമായ സ്വപ്നങ്ങൾ മാത്രമല്ല, ഇത്തരം ദീനീപരമായിട്ട് അവര് സത്യത്തിന്റെയും നീതിയുടെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള വലിയ പ്രചോദനങ്ങള്, വലിയ ധൈര്യമായിട്ട് നമുക്ക് അങ്ങനെയുള്ള മാതാക്കളായി കൂടി മാറാൻ ഈ ചരിത്രങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കള് നീതിയുടെയും നന്മയുടെയും വിജ്ഞാനത്തിന്റെയും ദീനിന്റെയും മാർഗത്തില് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അത്തരം നല്ല മക്കളെ നൽകി പടച്ച റബ്ബ് നമ്മളെ തുണക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള്, ദുരിതങ്ങള്, ബുദ്ധിമുട്ടുകള്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ മാനസികമായ വിഷമങ്ങളൊക്കെയും പല രൂപത്തിലൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് മാറ്റി തരുമാറാകട്ടെ. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, അള്ളാഹുവിന്റെ ദീനിലുള്ള അടിയുറച്ച വിശ്വാസം മനസ്സിലെപ്പോഴും ഒരു വെളിച്ചമായിട്ട് മാറുന്ന തരത്തില് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.